ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്കിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. ഇന്ന് നമ്മൾ വേറെ ഒന്നല്ല ചെയ്യണത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എൻ്റെ മുഖമൊക്കെ ആകെ കറുത്ത് കരിവാളിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിന്നൊരു പുതിയ ഫേസ് പാക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കോൺഫ്ലവർ. നമ്മൾ അരിപ്പൊടി എന്തോരാണോ എടുക്കുന്നത് അത്രയും തന്നെ കോൺഫ്ലവർ എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പുളിയില്ലാത്ത തൈര്, പിന്നെ ഒരു ഇത്തിരി പഞ്ചസാര, ഒരു എത്രയൊക്കെ എടുത്താൽ മതി കേട്ടോ. നമുക്ക് എന്തോരം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എല്ലാം നിങ്ങളെടുത്തോണം. പിന്നെ ഇത് മിക്സ് ചെയ്യണത് തൈരിലാണെങ്കിൽ അത്രയും നല്ലത്. എനിക്ക് അത്ര തൈര് അത്ര പിടുത്തമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളവും എടുത്തിട്ടുണ്ട്. ബാക്കി തൈര് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് മിക്സ് ആവാത്തത് നമുക്ക് ആ വെള്ളത്തിൽ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ മുഖം ഒന്ന് കഴുകിയിട്ട് വരട്ടെ കേട്ടോ. മുഖം ഒന്ന് കഴുകിയിട്ട് ഈ പാക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കണം കേട്ടോ. ഒത്തിരി ഡ്രൈ ആയി പോകരുത്, ഒത്തിരി വെള്ളം ആവരുത്. അപ്പോൾ ഇനി ഇത് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ സാധാരണ പാക്കൊക്കെ ഇടൂലേ അതുപോലെ ഇത് നമുക്ക് മുഖത്ത് ഇങ്ങനെ അങ്ങ് തേച്ച് വെച്ച് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും. കണ്ണിൻ്റെ താഴെയൊക്കെ തേക്കാം കേട്ടോ. കണ്ണിൽ പോരുതേ. അപ്പോൾ ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ മുഖത്ത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെന്താണോ കോൺഫ്ലവർ ഇട്ടേക്കണോണ്ട് ഇത് പെട്ടെന്ന് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റ് വെക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പയ്യെ ഡ്രൈ ആവണനുസരിച്ച് പയ്യെ ഒന്ന് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ അതൊന്ന് നനച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ മറ്റേ സ്പ്രേ ചെയ്യണ സാധനം ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ 10 മിനിറ്റ് വെക്കണേ നല്ലത്. ഞാൻ പക്ഷേ 10 മിനിറ്റ് വെക്കാറില്ല കേട്ടോ. എനിക്കിതൊക്കെ വെച്ചോണ്ടിരിക്കലൊക്കെ എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ പയ്യെ ഡ്രൈ ആകുമ്പോൾ തന്നെ വെള്ളത്തിൽ മുക്കിയിട്ട് അതങ്ങ് ഇത് ചെയ്ത് സ്ക്രബ് ചെയ്യും. ഒരു 2-3 മിനിറ്റ് സ്ക്രബിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കണത്. അപ്പം നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാവേ. ഇപ്പോൾ ഒരുത്തൻ ഞാൻ തേക്കണുണ്ടപ്പോൾ അവൻ ഇന്ന് ഫുള്ള് വെയിലത്തായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവനെടുത്ത് തേക്കാൻ കേട്ടോ. ഇത് ഈ ടാനൊക്കെ മാറാൻ നല്ല അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കടലമാവ് ചേർക്കാം, ഹണി ചേർക്കാം, അങ്ങനെ പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ചേർക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അവനും തേച്ചുകൊണ്ടിരിക്കുകയാണേ. തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വരാട്ടോ. അപ്പോൾ എൻ്റെ ഇങ്ങനെ വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ എണീന്ന് വെച്ച് ഇങ്ങനെ വെള്ളത്തിൽ വെള്ളം ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ നനച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാം. ഒരു 3 മിനിറ്റ് മസാജ് ചെയ്യണം കേട്ടോ. മേളിലോട്ട് ചെയ്യണേ. കണ്ണിൻ്റെ ഇവിടെ ഉണ്ട് ഇങ്ങനെ എല്ലായിടത്തും. കണ്ണിലൊന്നും പോവാതെ നിങ്ങൾ മസാജ് ചെയ്യണം കേട്ടോ. കണ്ണിലൊക്കെ ലാസ്റ്റ് ചെയ്താൽ മതിയേ. നമ്മുടെ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളത് മൂക്കിൻ്റെ ഇവിടെ, ഇവിടെ എൻ്റെ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഒരു കറുപ്പ് പാട് വരുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ വട്ടത്തിൽ കറുത്ത പാട് വരുന്നുണ്ട്. ഇത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം 2 ദിവസത്തിന് കുഴപ്പമില്ല കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ അത് വന്നിട്ടുണ്ട്. എന്തിൻ്റെ ആന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇനി വല്ല അസുഖത്തിൻ്റെ ആണോ, ഇങ്ങനെ സിംറ്റംസൊക്കെ കാണിക്കുമെന്ന് നമ്മൾ പറയല്. അതുപോലെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഒക്കെ ആണോ എന്നറിയില്ല. പ്രായമാവുകയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ എല്ലാ അസുഖങ്ങളൊക്കെ വരുമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. ഒത്തിരി അമർത്തി ഇത് ചെയ്യരുത് കേട്ടോ. പിന്നെ അരിപ്പൊടിയുടെ തരി അനുസരിച്ച് ഇതിപ്പോൾ ഞങ്ങൾ പൊടിപ്പിച്ച അരിയാണ്. വീട്ടിൽ പോയപ്പോൾ അമ്മ പൊടിച്ച് തന്നു വിട്ട അരിയാണ്. അപ്പം അമ്മ
അപ്പത്തിനെന്നും പറഞ്ഞാണ് പൊടിപ്പിച്ചത്. അതുകൊണ്ട് ഇതിനകത്ത് അധികം തരിയില്ല. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് റബ്ബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു 3 മിനിറ്റ് മസാജ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 മിനിറ്റ് മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് കഴുകി കളഞ്ഞിട്ടില്ല. വെളുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെളിയൊക്കെ ഇളകി ഇതിൻ്റെ കളറൊക്കെ കറുപ്പായിട്ടുണ്ട്. വെളുത്ത കളറൊക്കെ കറുപ്പായിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ നമുക്കിങ്ങനെ കയ്യിലൊക്കെ തേക്കാം കേട്ടോ. അത് ഈ സാധനം ഇങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ടാനൊക്കെ പോയി കിട്ടും. ഇവിടെ നമ്മൾ എന്തായാലും ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ അത് കയ്യിലൊക്കെ ആവും. നമ്മൾ തേക്കണം എന്നില്ല. അപ്പോൾ ആ കയ്യിലൊക്കെ ആവണേത്തിന് നമ്മളത് വേസ്റ്റ് ആക്കുമൊന്നും വേണ്ട. നമ്മളൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ നല്ലപോലെ ഇങ്ങനെ ഇട്ട് അങ്ങ് മസാജ് ചെയ്താൽ നമ്മുടെ ഇവിടെയൊക്കെ നല്ലതായിട്ട് ആ ടാനൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസ് കഴുകിയിട്ട് വരാം. അപ്പോൾ കഴുകി വേണ്ട, ഞാൻ തുടയ്ക്കാണ്ടാണ് കേട്ടോ വന്നത്. കഴുകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോൾ അവന് മുഖം കഴുകിയിട്ട് വന്നിട്ടുണ്ട്. കണ്ട നല്ലൊരു ഗ്ലോ ഒക്കെ വെച്ചേക്കണുണ്ട്. എനിക്ക് എൻ്റെ മുഖം ശരിക്കും കറുത്ത് കരുവാളിച്ചിരിക്കുമായിരുന്നു വെയിൽ കൊണ്ടിട്ട്. കണ്ട, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു എനിക്ക്. കണ്ട ഓർത്ത് മാറ്റി. കണ്ട അവൻ്റെ കഴുത്തിലെ കളറും മുഖത്തിൻ്റെ കളറും കണ്ടാൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ അപ്പം ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വ്യത്യാസം തോന്നുന്നുണ്ട് അല്ലേ? നല്ലൊരു ഇത് വന്നിട്ടില്ലേന്ന് എനിക്ക്. മുഖത്തിനൊരു വ്യത്യാസമില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അവൻ്റെ നോക്കാം കേട്ടോ. അവൻ്റെ കഴുകിയിട്ട് പറ്റേ കേട്ടോ. ഇതാകുമ്പോൾ നോക്കാവേ. അപ്പോൾ നല്ല വ്യത്യാസം തോന്നണ്ടേ നിങ്ങൾക്ക്? എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇപ്പോൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വെറുതെ പൊട്ടൊക്കെ കുത്തി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരത്തേന് നമ്മൾ മുഖത്തൊന്നും ഇടാണ്ടിരിക്കണേന് നല്ലത്. ആ ഒരു ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ തുറന്ന് ഒക്കെ ഇതായേക്കണേയാണല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അലർജി കുരുവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തേനും ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. സുന്ദരിയായിട്ടില്ലേ? ടാനൊക്കെ പോയില്ലേ നിങ്ങളൊന്ന് നോക്കിയതേ കണ്ട നല്ല വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഈ മൂക്കിൻ്റെ പാടൊക്കെ കുറഞ്ഞതെന്ന് എനിക്ക് തോന്നണേ. ഇവിടെ ഉണ്ടായിരുന്ന കറുപ്പൊക്കെ. ഓക്കെ.